മെയ്ക്കണ്ട ദേവൻ്റെ ശിവജ്ഞാനബോധത്തിൻ്റെ അവസാനത്തെ ശ്ലോകത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ചെമ്മലർ നോൻതാൾ ചേരലൊട്ട അമ്മലങ്കഴി ഈ അമ്പരൊട് മരീ മാലം നേയം മലിന്തവർ വേടമും ആലയം താനും അരനനൈത്തൊഴുമേ. ജീവാത്മാവ് ഈശ്വരൻ്റെ പാദപങ്കജങ്ങൾ പ്രാപിക്കാൻ തടസ്സമായി നിൽക്കുന്ന 3 മലങ്ങളെയും ജ്ഞാനത്താൽ കഴുകി പരിശുദ്ധമാക്കുന്നു. അപ്പോൾ ജ്ഞാനം ഉദിക്കുന്നു. ജ്ഞാനത്തിൻ്റെ ശക്തിയാൽ മലമയക്കം നീങ്ങി ജീവഭക്തന്മാരുടെയും ശിവഭക്തന്മാരുടെയും വേഷവും ശിവാലയവും ശിവനായും തന്നെ ജീവാത്മാവ് പരിലസിക്കുന്നു. അപ്പോൾ പശു അതിൻ്റെ 3 മലങ്ങളും നീങ്ങുമ്പോൾ ജ്ഞാനോദയം ലഭിച്ച് ശിവാത്മാവായി ശിവനായി പതിയായി വരുന്നു. അപ്പോൾ പശു പതിയാകുന്നത് ഈ 3 മലങ്ങളെയും ഇല്ലാതാക്കി ജ്ഞാനോദയമുണ്ടാകുമ്പോഴാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മലങ്ങൾ മാറുമ്പോൾ മാത്രമേ 3 മലങ്ങൾ ആണവം കർമ്മം മായ ഈ 3 മലങ്ങൾ മാറുമ്പോൾ മാത്രമേ ജീവന് എന്തുണ്ടാകുകയുള്ളൂ? ആ ജ്ഞാനോദയം ഉണ്ടാകുകയുള്ളൂ. ജീവാത്മാവിന് ജ്ഞാനോദയം ഉണ്ടാകുമ്പോൾ, ജ്ഞാനം ലഭിക്കുമ്പോൾ ആ ജീവാത്മാവ് തന്നെ പരമാത്മാവായി ഭവിക്കുന്നു. അപ്പോൾ പ്രപഞ്ചം തന്നെ ശിവമയമായി തീരുന്നു. ജ്ഞാനോദയം ലഭിച്ചാൽ എല്ലാ പ്രപഞ്ച വസ്തുക്കളും ശിവാത്മാവായി പരിണമിക്കുന്നു. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ ആന്തരികമായ അർത്ഥതലങ്ങൾ. അതായത് സച്ചിദാനന്ദ സ്വരൂപമായ പരമാത്മാവ് തന്നെയാണ് ഈ ജീവനായി പരിണമിച്ച് പ്രശോഭിക്കുന്നത്. സച്ചിദാനന്ദ സ്വരൂപമായ ബ്രഹ്മം ഏതേത് കാര്യത്തിൽ ഉദയം ചെയ്യുന്നുവോ അതതിൻ്റെ രൂപമായി മാറുകയാണ് ചെയ്യുന്നത്. പരമാത്മാവിൽ നിന്ന് ഭിന്നമാണ് ജഗത്തും അതേപോലെ അതിലെ ജീവനുമെല്ലാം തന്നെ. ജഗത്തായി തീരുമ്പോൾ സച്ചിദാനന്ദത്തിനു പുറമെ നാമരൂപം ഉണ്ടാകുന്നു എന്ന് മാത്രം. അതുകൊണ്ടാണല്ലോ സർവം കലിദ്ധം ബ്രഹ്മ എന്നും ഈശാവാസ്യമിതം സർവം യത് കിഞ്ച ജഗത്യാം ജഗത്തും എന്ന സത്യദർശികളായ ഋഷിമാർ മന്ത്രിച്ചത്. ഈ ജഗത്താകെ, ഈ ജീവനാകെ ബ്രഹ്മം തന്നെ, പരമാത്മാവ് തന്നെ. ജഗത്തിൽ ഏതൊന്നുണ്ടോ അതിനെ ശിവമായി കാണണം എന്ന് ചുരുക്കം. ആത്മദർശനം സിദ്ധിച്ച ഋഷി ഇങ്ങനെ ഉപദേശിച്ചു: ബ്രഹ്മൈ വേദം വിശ്വമിതം വരിഷ്ഠം. അത് ശ്രേഷ്ഠമായ ഈ സമസ്ത ജഗത്തും ജീവനും എല്ലാം ബ്രഹ്മം തന്നെ. വൈദിക ഋഷിമാരും ഇതുതന്നെയാണ് പറയുന്നത്. അവൻ ബ്രഹ്മം സകല ജീവരാശികളിലും ഊടും പാവും പോലെ ചേർന്നിരിക്കുന്നു. സ്വർണം വളയുടെ രൂപത്തിലായാലും ആ വള സ്വർണത്തിൽ നിന്ന് വേറല്ലാത്തതുപോലെ സൂക്ഷ്മത്തിൽ ജഗത്തും ജീവനും പരമാത്മാവിൽ നിന്ന് ഭിന്നമല്ല. ബ്രഹ്മാണ്ടത്തിൽ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ചരാചരങ്ങളെല്ലാം പരമാത്മാവിൻ്റെ തന്നെ വിവിധ പ്രകാശങ്ങളാണ്. ഒരു മരപ്പലകയിൽ നിന്ന് വിവിധ ആകൃതിയിലും പലതരത്തിലുള്ള സാധനങ്ങളായി കസാല, മേശ, കട്ടിൽ തുടങ്ങി ഉണ്ടാക്കാറുണ്ടല്ലോ. വ്യത്യസ്തമായ ഈ കാര്യജാതങ്ങൾക്ക് അധിഷ്ഠാനമായി ഒരേ ഒരു കാരണമായിട്ടുള്ളത് മരമാണ്.
അപ്പോൾ മരമാണ് പലതായി കസേരയായിട്ടും മേശയായിട്ടും കട്ടിലൊക്കെ ആയിട്ട് തീരുന്നത്. അതുപോലെ പരമാത്മാവ് പ്രപഞ്ചമായിട്ടും ജീവനായിട്ടും എല്ലാം തന്നെ രൂപപ്പെടുന്നു. അതേപോലെ ആകാശാദി സകല ഭൂതങ്ങൾക്കും ചരാചര വസ്തുക്കൾക്കും ആധാരമായി വിളങ്ങുന്നത് പരമാത്മാവ് തന്നെ. ശങ്കര ഭഗവത്പാദർ സ്വാത്മനിരൂപണം എന്ന കവിതയിൽ ഇത് വിവരിക്കുന്നത് ഇത് തന്നെയാണ്. ആത്മസ്വരൂപമാകുന്ന വലിയ വസ്ത്രത്തിൽ ആത്മാവ് തന്നെ പലതരത്തിലുള്ള ജഗത്സ്വരൂപങ്ങളായ ചിത്രങ്ങളെ വരയ്ക്കുന്നു. അതിനെ കണ്ടു രസിക്കുന്നതും ആത്മാവ് തന്നെ. അതിൽ തന്നിൽ താൻ തന്നെ ഭാവനാസ്വരൂപമാണ് പ്രകാശിപ്പിക്കുന്നതാണ് ഈ ജഗത്ത്. ഇത് തന്നെയാണ് വേദങ്ങളെല്ലാം ഉദ്ഘോഷിക്കുന്നത്. രാമകൃഷ്ണ പരമഹംസരും ഇത് തന്നെയാണ് പറയുന്നത്. ഈശ്വരൻ തന്നെയാണ് സർവസ്വവും. ഈശ്വരൻ സ്വയം ജീവനും ജഗത്തും സർവസ്വവുമായി തീർന്നിരിക്കുന്നു. അപ്പോൾ രാമകൃഷ്ണ പരമഹംസർ പറഞ്ഞതാണ് ഈ വേദങ്ങളുടെ എല്ലാം പൊരുൾ. നോക്കൂ, ഈശ്വരൻ തന്നെയാണ്, അതായത് ശിവൻ തന്നെയാണ് സർവസ്വവും. ശിവൻ സ്വയം ജീവനും ജഗത്തും സർവസ്വവുമായി തീർന്നിരിക്കുന്നു. ഇതത്രേ മെയ്കണ്ഠദേവൻ നമ്മളോട് പറയുന്ന ശിവജ്ഞാനബോധം. അപ്പോൾ ശിവജ്ഞാനബോധത്തിൻ്റെ കാതൽ എന്ന് പറയുന്നത് ശ്രീരാമകൃഷ്ണ വചനാമൃതത്തിലെ ഈ വാക്കുകളാണ്. ശിവം തന്നെയാണ് സർവസ്വവും. ശിവൻ സ്വയം ജീവനും ജഗത്തും സർവസ്വവുമായി തീർന്നിരിക്കുന്നു. പൂർണ്ണജ്ഞാനമുണ്ടാകുമ്പോൾ ഈ ബോധം വരും. ഇതാണ് രാമകൃഷ്ണ പരമഹംസർ പറഞ്ഞ ശിവജ്ഞാനബോധത്തിൻ്റെ കാതൽ. ആ കാതലിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതോടെ മെയ്കണ്ഠദേവൻ്റെ ശിവജ്ഞാനബോധം അവസാനിക്കുകയാണ്. ഇനി നമുക്ക് വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികളുടെ ജീവകാരുണ്യ നിരൂപണവും വള്ളലാർ രാമലിംഗസ്വാമികളുടെ ജീവകാരുണ്യ ഒഴുക്കവും പരിശോധിക്കാം. ഈ ജീവകാരുണ്യ ഒഴുക്കത്തിൻ്റെ കാതലും മെയ്കണ്ഠദേവൻ പറഞ്ഞ ഈ ശിവജ്ഞാനബോധമാണ്. ശിവജ്ഞാനബോധത്തിലാണ് കമ്പാഷൻ, ജീവകാരുണ്യം ഉത്ഭവിക്കുന്നത്. ഈ ശിവബോധത്തിൽ നിന്നാണ് പ്രേമമുണ്ടാകുന്നത്. പ്രേമം, അൻപേ ശിവം. ശിവൻ പ്രേമസ്വരൂപനാണ്. ശിവനെ പിന്തുടരുന്നൊരു പ്രേമസ്വരൂപികളാണ്. ഈ പ്രേമസ്വരൂപികളായ ആത്മാക്കളിൽ നിന്നാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ മൂലമെന്ന് പറയുന്നത് ശിവദർശനമാണ്. ജീവകാരുണ്യ നിരൂപണത്തിൻ്റെയും ജീവകാരുണ്യ ഒഴുക്കത്തിൻ്റെയും മൂലമെന്ന് പറയുന്നത് ശിവദർശനമാണ്. ശിവദർശനം എന്ന് വെച്ചാൽ അൻപേ ശിവം. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ദിവസം മുതൽ ഈ ചട്ടമ്പി സ്വാമികളുടെ ജീവകാരുണ്യ നിരൂപണവും അതേപോലെ വള്ളലാർ രാമലിംഗസ്വാമികളുടെ ജീവകാരുണ്യ ഒഴുക്കവും എന്താണ് എന്നും അതിൻ്റെ മൂലമായ ശിവജ്ഞാനബോധം എന്താണ് എന്നും വ്യക്തമാക്കാൻ ശ്രമിക്കാം. ഓം ശിവായ നമഃ.